My favorite food. But ശരി മലയാളത്തിൽ പറ. ഇതൊക്കെ ഞാൻ കണ്ടേ. Who knows me better? ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹൂ നോസ് മീ ബെറ്റർ ചലഞ്ചുമായിട്ടാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ റൂമിൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞാനും ദേവി, ഇതാണ് ദേവി, ഇത് ഷൈനി ബന്ധ തമിഴ്, ദേവി ബന്ധ മലയാളി. ഓക്കെ അപ്പം ജസ്റ്റ് നമ്മളൊരു 6 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ജസ്റ്റ് ചെറിയൊരു വ്ളോഗ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലേ ഓക്കെ. അപ്പൊ എന്നെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവോ എന്നുള്ളത് ഒരു അത് തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോയ്സ് തുടങ്ങാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആരും നോക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ. ആദ്യം ഞാൻ ചോദിക്കുന്നവര് പറയുക. ആദ്യം ദേവി പറ. ബ്ലൂ, ബ്ലാക്ക്. സത്യം പറഞ്ഞ ബ്ലൂ ഇഷ്ടമാണ്, ബ്ലാക്ക് ഇഷ്ടമാണ്. പക്ഷേ കൂടുതലും ഞാൻ ഇട്ട് കണ്ടിട്ടുള്ളത് ശരിയാണ്, അത് സത്യമാണ്. ബ്ലൂ ആണ് കൂടുതൽ ഞാൻ ഇട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ ബ്ലാക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും ഓരോ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. രണ്ടുപേരും എന്റെ ഇഷ്ടപ്പെട്ട കളറുകളാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ട ഓക്കെ കളർ. ഓക്കെ, ദേവിക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ക്രഷ് തോന്നിയിട്ടുള്ള ഒരു ആക്ടർ. വിജയ്. നീ ഉത്തരം ഓക്കെ, നീ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അവളുടെ ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഫൈൻ. ദേവി അവള് ക്ലൂ ഇല്ലാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇനി ഞാൻ ക്ലൂ കൊടുത്തു കഴിഞ്ഞാ എനിക്ക് ക്രഷ് തോന്നിട്ടില്ല. അത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാൻ വഴിയില്ല. പിന്നെ ഗസ് ചെയ്യാലോ, ചുമ്മാ ഗസ് ചെയ്തോ, ഒരു വഴിക്ക് പോവല്ലേ. നീ എന്തെങ്കിലും ദുൽഖർ സൽമാൻ. ഒരാള് പറഞ്ഞു ദുൽഖർ സൽമാൻ, ഒരാള് പറഞ്ഞു വിജയ്. ഓൾസോ എനിക്ക് ഇഷ്ടമാണ് വിജയെ, ദുൽഖറിനെയും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ക്രഷ് തോന്നിയിട്ടുള്ള ആക്ടർ എന്ന് പറയുന്നത് വിജയ് സേതുപതിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഞാനൊരു വിജയ് ഫാനാണ്. പക്ഷെ എനിക്ക് ക്രഷ് തോന്നിയിട്ടുള്ള ആക്ടർ എന്ന് ചോദിക്കുകയാണെങ്കിൽ വിജയ് സേതുപതിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കേട്ടുപിടിച്ചോ. നെക്സ്റ്റ് ഈസ്, ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എന്തിലാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇംഗ്ലീഷിൽ പറയാനോ? ഇവൾ വന്ന് തമിഴ് പേசுற. So what does she spend most of her time doing a day? ഓക്കെ, ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം. യൂട്യൂബിൽ എന്ത് കണ്ടന്റ് ഉണ്ടാക്കും അല്ലേ? നീ കൂടുതൽ ഞാൻ കൊണ്ടുപോയി ഏറെക്കുറെ അല്ല. ഇപ്പൊ വന്ന് റീസെന്റ് അതാണ് എന്റെ മെയിൻ. കുടിക്കുന്ന ഉറങ്ങുന്ന എല്ലാ കണ്ടന്റാണ്. ഓക്കെ, ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലും ഞാൻ അതാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഫോണാണ് കൂടുതലും, ഫോണിൽ കൂടുതലും ടൈം നോക്കുന്നത് ഈ സംഭവമാണ്. ഓക്കെ, അപ്പൊ ദേവിക്ക് 2, നിനക്ക് 0. ഓക്കെ, നെക്സ്റ്റ് ഈസ് റീസെന്റ്ലി അഡിക്റ്റഡ് സോങ്.
കൂടെ. പക്ഷെ അത് പറ്റില്ല, എഗെയിൻസ്റ്റ് റൂൾസ് അല്ലേ. ഞാൻ പറയാം, അയ്യോ ഇതും ആയിരിക്കില്ല ചിലപ്പം. റീസെന്റ് അഡിക്റ്റഡ് സോങ്. ആസക്കൂടെ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടും, ഞാൻ ആലോചിക്കട്ടെ. 100% ഇല്ല 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 ഇല്ല. റീസെന്റ് അഡിക്റ്റഡ് സോങ്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതാണ്, ഇവര് പറയുമ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ച് നോക്കട്ടെ. അഴകില്ല ഇല്ല ഞാനും പറയും. അത് ഇത് രണ്ടും ഞാൻ റീസെന്റ് ചെയ്തിട്ടുള്ള റീൽസ് ആണ് ഇൻസ്റ്റയില്. റീസെന്റ് അഡിക്റ്റഡ് സോങ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഇല്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ. എങ്കിലും ഇൻസ്റ്റ കേൾക്കുമ്പോ ഞാൻ കൂടുതലും ഇതൊക്കെയാണ് ഈ ആസെ കൂടെ റീൽസ് ഒക്കെ ഞാൻ കാണാറുണ്ട് കൂടുതൽ. ഓക്കെ, ഇതിന് മാർക്ക് ഷൈനിക്ക് ഇരിക്കട്ടെ. ഓക്കെ, 1 point ഷൈനി. പക്ഷെ റൂൾസ് ഫോളോ ചെയ്യണം. ഓക്കെ ഓക്കെ. ஷைனி வந்து ரொம்ப பாவம் டி. தமிழ்ல மட்டும் பேசாத, கெஞ்சி கேக்குற. நீ மலையாளத்தில் பேசியா போதும். ஆமா, அது மதி. ஓகே ஓகே ஓகே. നെക്സ്റ്റ് സോങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഏറെക്കുറെ ചിലപ്പോ അറിയാമായിരിക്കും, ഷൈനിക്ക് അറിയാമെന്ന് അറിയില്ല. എങ്കിലും മൈ ഫേവറേറ്റ് സോങ് അല്ലിപ്പോ ചോദിച്ചത് അല്ല, റീസെന്റ് അഡിക്റ്റഡ് ആണ് ചോദിച്ചത്. മൈ ഫേവറേറ്റ് സോങ്. എനിക്ക് അറിയത്തില്ല. ஆனா அது தமிழ் சாங்கா தான் இருக்கு. தமிழ் சாங் எனக்கு தெரியும். என் செல்லம் பேசுடி பேசு. ஆனா என்ன பாட்டுன்னு ஒரு க்ளூ தரேன். ஒரு க்ளൂ ഇത്രയൊക്കെ പറഞ്ഞേ. എന്താ പറഞ്ഞ, സൂര്യയുടെ സോങ് ആണ്. ദേവിയുടെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ? ഓക്കെ, ദേവി പറഞ്ഞു മുൻപേ വായാണ്. ഓക്കെ, தெரியல. ഇൻട്രക്കം പറടി. തെറിയല്ലേ? ഓക്കെ, അപ്പൊ ഷൈനി ഈ ക്വസ്റ്റ്യനില് തോറ്റിരിക്കുന്നു. ദേവിയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. Yes, my forever favorite song is Munbeva. Next, ഞാൻ എണ്ണ തേച്ചിക്കാണ് ഗായ്സ്. நான் கொண்ட ഇതാ കണ്ടില്ലേ? guys, கொண்டா കുളിക്കണം. എന്നടി കൊണ്ട? it's இதுதான் கொண்ட அப்படினு ഓ, சொல்லுவோம். ദാ എല്ലാരും കേട്ട് പഠിച്ചു. ഇതാണ് കൊണ്ട, അപ്പടി സൊല്ലിയാ പറഞ്ഞു. ഓക്കേ ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 6 ക്വസ്റ്റ്യൻസേ ആകെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൈ ഫേവറേറ്റ് ഫുഡ്. പറ്റത്തില്ല. മൈ ഫേവറേറ്റ് ഫുഡ് പറടി, നീ പറ. പേസടി പേസ്. ബിരിയാണി. ബിരിയാണി. ബിരിയാണി of course. Yes, of course, ബിരിയാണി. രണ്ട് പേർക്കും ഓക്കെ, അപ്പൊ ഞാൻ ഫൈനൽ പോയിന്റിലേക്ക് ഇനി പോവാം. ദേവിക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ശരിയാക്കിയിരുന്നു, രണ്ടാമത്തെ ശരിയാക്കി, പിന്നെ വന്ന് 3. ഓക്കെ, 3 points ദേവി. എനിക്ക് 2 points. ഷൈനി 2 points. ഞാൻ വന്ന് വിന്നർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ വിന്നർ ആയിരിക്കുന്നത് നമ്മളുടെ ദേവി. ഓക്കെ, ദേവിക്ക് ഷൈനി മേടിച്ചു വെച്ച ലേസ് ആണ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാണ് ദേവി. അപ്പൊ ഗൈസ്, നമ്മുടെ ഹൂ നോസ് മീ ബെറ്റർ ചാലഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചാലഞ്ചിൽ നമ്മുടെ ദേവി ആയിരുന്നു ജയിച്ചത്. 3 points ദേവി ജയിച്ചിട്ടുണ്ടായിരുന്നു. ഷൈനി ഒട്ടും പറയുന്നില്ല, 2 points ആയിട്ട് ഷൈനി നമ്മുടെ റണ്ണറപ്പ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.